അപ്പോൾ പ്രിയമുള്ളവരെ, KLP വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിശുദ്ധ റമദാനാണ്. ഒത്തിരി നന്മയുള്ള പ്രവർത്തനങ്ങൾ ധാരാളമായിട്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഗ്രാമത്തിൽ, അതായത് മലപ്പുറം ജില്ലയിൽ കൽപ്പകഞ്ചേരി പഞ്ചായത്തിൽ 11-ാം വാർഡ് 12-ാം വാർഡ് ഗ്ലോബൽ KMCC അല്ലേ, ഗ്ലോബൽ KMCC ടൗൺ കമ്മിറ്റിയാണ്. ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ വർഷങ്ങളും അപ്പോൾ 4 വർഷമായിട്ട് കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇത്തരം നന്മയുള്ള വാർത്തകൾ ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ എൻ്റെ ഗ്രാമത്തിൽ നിന്നും ഇത്തരം സുന്ദരമായ, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട, അഭിനന്ദിക്കപ്പെടേണ്ട ഒരു കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അങ്ങനെ ഒരു വാർത്തയായിട്ട് മാന്യപ്രേക്ഷകർക്ക് മുമ്പിൽ കടന്നു വന്നതാണ്. എൻ്റെ തൊട്ടു പുറകിലായിട്ട് ഇതിൻ്റെ പാക്കിംഗ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പാക്കിംഗ് ഒക്കെ ആരംഭിച്ചിട്ട് എത്രയായി? ഇപ്പോൾ ഒരാഴ്ച 10 ദിവസമായി. 10 ദിവസത്തോളമായി. 400 ഇപ്രാവശ്യം 400 കിറ്റോളം പാക്ക് ചെയ്യാം. 400 അല്ല 500-ന്റെ അടുത്ത് വരും. 500 കിറ്റോളം പാക്ക് ചെയ്ത് 500 കിറ്റോളം കൊടുക്കാനുണ്ട്. ഒരു കിറ്റിൽ ഏകദേശം എത്ര കിലോ സാധനം ഉണ്ടാവും? 20 kg ഒരു കിറ്റിൽ വരുന്നത്. ഒരു കിറ്റിൽ 20 kg ആണ്. 21 ഐറ്റംസ് സാധനങ്ങൾ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഒക്കെ പ്രവാസികളാണല്ലേ? നിങ്ങളിപ്പോൾ വന്നതാണോ? എൻ്റെ പേരെന്താ? ജബ്ബാർ കുറുക്കോളി. ഇപ്പോൾ റമദാനായിട്ട് വന്നതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങളെ കൂടിയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇതിൻ്റെ ബാക്കിൽ നിങ്ങളെപ്പോലത്തെ ഒരുപാട് പ്രവാസികളുടെ കൂട്ടായ്മയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നതാണ് അങ്ങനെയൊക്കെയുള്ള നന്മയുള്ള പ്രവർത്തനം. അവനവൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി അന്യനാട്ടിൽ പോയിട്ട് കഷ്ടപ്പെടുന്ന കൂട്ടത്തിലും തൻ്റെ പരിസര പ്രദേശങ്ങളിൽ തൻ്റെ നാട്ടുകാരായിരിക്കുന്ന ആളുകൾ പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അവരെ സഹായിക്കുക എന്നുള്ള നന്മയായ ഉദ്ദേശമാണ് ഇതിലുള്ളത്. അപ്പോൾ സർവശക്തനായ നാഥന് ഇത്തരം നന്മയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടെ നമുക്ക് തുടർന്ന് ഇനി എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് കാണാം. ആരാണ് വിശിഷ്ടാതിഥിയായിട്ട് വരുന്നത്? അബ്ദുറഹിമാൻ രണ്ടത്താനാണ് ഉദ്ഘാടന കർമ്മം. അത് തൊട്ടപ്പുറത്തുള്ള ഒരു മദ്രസയിൽ വെച്ചിട്ടാണ് ആ കാര്യങ്ങൾ നടക്കുന്നത്. മാമ്പ്ര മദ്രസ. ഓക്കെ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പോവാണ്. പ്രവാസികളായ ആളുകൾ ഇതിനുള്ള മുന്നിട്ട് ഇറങ്ങുമ്പോൾ ഇതേ വർഷം 100 ഊർജം പകർന്ന് അവിടെ എല്ലാവർക്കും ഏറ്റെടുത്തിട്ട് 10 അംഗ കമ്മിറ്റി അത് ഏറ്റെടുത്തിട്ട് തുടങ്ങി വെച്ചാൽ നോമ്പിന്റെ ഒരു മാസം മുന്നേ തന്നെ ഞങ്ങൾ ഇതിന്റെ സ്റ്റാർട്ടിങ് തുടങ്ങും. അങ്ങനെ ആകുമ്പോൾ ആളുകൾ ഇപ്പൊ 100 കിറ്റുമെന്ന് തുടങ്ങിയാണ്. ഏകദേശം 4-ാം വർഷത്തിൽ കടന്നപ്പോ 500 കിറ്റിന്റെ അടുത്ത് കൊടുക്കാനുള്ള താല്പര്യം അവിടെ സാധാരണ തമ്പളക്കാരനെ ആളുകൾ പോലും ഏറ്റെടുത്തിട്ട് ഇതിനു വേണ്ടി തയ്യാറാണ്. നോമ്പിന്റെ ആ ഒരു പ്രതിഫലം കൂടി ആഗ്രഹിച്ചുകൊണ്ട്. അപ്പൊ ഇത് വളരെ പാവപ്പെട്ടവർക്ക്, അർഹതപ്പെട്ടവരെ കയ്യിലെത്തിക്കുക എന്നുള്ളതാണ്. അവരെ വീട്ടിൽ എത്തിച്ചു കൊടുക്കും. അപ്പൊ ഇത് ഒരുപാട് പ്രവാസികൾ ഇതിനു വേണ്ടിട്ട് പേരെടുത്ത് പറയാൻ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ ജബ്ബാർ കുറുക്കോളിന്റെ മെയിൻ അവിടുന്ന്, അതുപോലെ പിന്നെ ഇക്ബാൽ പള്ളിയത്ത്, തയ്യമ്പാട്ടില്, പിന്നെ അമീർ ITC, സൈനാർ കല്ലിങ്ങനകത്ത്, ഫൈസൽ നെല്ലിക്കാപ്പല, ഷിയാബ്, അതുപോലെ സമീർ പറമ്പാടന് ഒക്കെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ്. സമീർ പറമ്പാടനും കൂടി എല്ലാ പ്രാവശ്യവും കൊണ്ടുവരുന്ന ഒരാളും കൂടിയാണ്. സജീവമായിട്ട് അതുപോലെ ഓരോ പിന്നെ പുറത്തേക്ക് വരാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഇതിന് സജീവമായിട്ട് പ്രവർത്തിച്ച് ഒരാളുകളെ കണ്ടെത്തി പിന്നെ അതിന്റെ ഫണ്ടുകളൊക്കെ ശേഖരിച്ച് നല്ല ഭംഗിയായിട്ട് എല്ലാ വർഷം ഇപ്രാവശ്യം അതുപോലെ തന്നെ പ്രായത്തായി സഹായിക്കട്ടെ. അപ്പൊ എന്തായാലും പ്രേക്ഷകർ ശ്രദ്ധിക്കുക, ഒരുപാട് ആളുകൾ ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരും പേര് വരുമ്പോൾ നമുക്ക് വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടി പോകും. എന്തായാലും ഇങ്ങനെയുള്ള നന്മയുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന മാന്യപ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് എല്ലാവിധ പിന്തുണയും സഹായ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് തുടർന്ന് ഇനി ഇതിൻ്റെ ഓരോരോ 1 by 1 ആയിട്ടുള്ള സ്റ്റെപ്പുകൾ നമുക്ക് കാണാം. ഓക്കെ. പ്രിയമുള്ളവരെ, കടുങ്ങാത്തുകുണ്ട് മാമ്പ്ര മദ്രസയിൽ വെച്ചാണ് ഇതിൻ്റെ ഔപചാരിക വിതരണ കർമ്മങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത്. ബഹുമാന്യനായ രണ്ടത്താണി അബ്ദുറഹിമാൻ സാഹിബ്, അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ മണ്ഡലം പ്രസിഡന്റ് കോട്ടയിൽ അബ്ദുൽ കരീം, ഇരു വാർഡുകളിലെയും മെമ്പർമാരായിരിക്കുന്ന ലത്തീഫ് പുള്ളിശ്ശേരി, ആബിദ് തെയ്യമ്പാട്ടിൽ, അതുപോലെ തന്നെ ഈ പരിപാടിക്ക് പ്രാർത്ഥനയോടെ തുടക്കം കുറിക്കുന്നത് ഷെയ്ദ് ഹുസൈൻ സഖാഫ് തങ്ങളാണ്. അങ്ങനെ ഒരുപാട് നേതാക്കന്മാർ ഈ മഹനീയ കർമ്മത്തിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി മാമ്പ്ര മദ്രസയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ കാര്യമായ ചർച്ച നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാകും. അതൊക്കെ അവനവൻ്റെ വാർഡിൽ ഏതൊക്കെ വീട്ടിൽ ഈ കിറ്റ് എത്തിക്കേണ്ടതുണ്ട് എന്നുള്ളതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണ് അവർ. ലോറിയിൽ സാധനം അവിടെ വന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതിന് ശേഷം ഇത് ഒരു വാർഡിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. ആ വാർഡിലെ ജനങ്ങളിലേക്ക് വിതരണം ചെയ്യാൻ വേണ്ടി ആ വാഹനത്തിലാണ് കൊണ്ടുപോകുന്നത്. ഗ്രാമപഞ്ചായത്തിലെ 2 മെമ്പർമാരോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് AP സബാസ് സാഹിബ്,
ബഹുമാനനായ രണ്ടത്താണി അബ്ദുറഹിമാൻ സാഹിബ് കടന്നു വരുന്നു. കൂടെ കോട്ടയിൽ കരീം, അതുപോലെ തൈക്കാടൻ അബ്ദുൽ സാഹിബ്, ഹുസൈൻ സക്കാഫ് തങ്ങൾ വേദിയിലേക്ക് കടന്നു വരികയാണ്. തങ്ങൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. മയ്യരി കുഞ്ഞു മുഹമ്മദ് മാസ്റ്റർ, അതുപോലെ തന്നെ യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് ആഷിഖ്, അങ്ങനെ ഒരുപാട് നേതാക്കന്മാർ ഈ മഹനീയ കർമ്മത്തിന് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്നുണ്ട്. ബഹുമാന്യനായ ഹുസൈൻ സക്കാഫ് തങ്ങൾ വേദിയിലേക്ക് കയറുന്നു. കൂടെ രണ്ടത്താണി അബ്ദുറഹിമാൻ സാഹിബ്, അവർക്ക് പിറകിലായി മറ്റു നേതാക്കന്മാരും വേദിയിലേക്ക് കടന്നു വരുന്നു. വേദിയിൽ നിന്നുള്ള കാഴ്ചകളാണ് പ്രേക്ഷകർ ഇവിടെ കാണുന്നത്. ധാരാളം പാർട്ടി പ്രവർത്തകരും KMCCൻ്റെ പ്രവർത്തകരൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതേ വേദിയിൽ തന്നെ തുറക്കൽ അമീദ് സാഹിബിൻ്റെ അനുസ്മരണ സമ്മേളനം കൂടെ ഒരുമിച്ചാണ് നടത്തുന്നത്. തൊട്ടടുത്ത സമയങ്ങളിലായി അവരുടെ കൂടെ സജീവമായ എല്ലാ പാർട്ടി പ്രവർത്തനങ്ങളിലും ഇടപെട്ടിരുന്ന അവരുടെ പ്രിയ സുഹൃത്ത്, പ്രിയ സഹോദരൻ നാഥൻ്റെ വിളിക്കുത്തരം നൽകി അവരെ വിട്ടു മടങ്ങി. ഇങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായി ഹമീദ് സാഹിബിൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നു. ഇന്ന് അവരോടൊപ്പം തങ്ങളുടെ സഹോദരനില്ല എന്നുള്ള വേദനയും അവരുടെ മുഖത്ത് നേലിച്ചു കാണുന്നു. എന്തായാലും ഇങ്ങനെയുള്ളൊരു മഹത്തായ വേദി അവരെ അനുസ്മരിക്കാനും കൂടെ ഇവർ മാറ്റിവെച്ച് എന്നുള്ളത് പ്രത്യേകം പ്രശംസിക്കേണ്ടത് തന്നെയാണ്. ഈ ചടങ്ങ് ആരംഭിക്കുകയാണ്. ബഹുമാന്യനായ ഹുസൈൻ സക്കാഫ് തങ്ങളുടെ പ്രാർത്ഥനയോടുകൂടെയാണ് ഈ പരിപാടി ആരംഭിച്ചത്. സ്വാഗത പ്രഭാഷണവും അധ്യക്ഷ പ്രഭാഷണവും കഴിഞ്ഞതിനു ശേഷം ബഹുമാന്യനായ രണ്ടത്താണി അബ്ദുറഹിമാൻ സാഹിബിൻ്റെ ഹൃദയസ്പർശിയായ പ്രഭാഷണമുണ്ടായിരുന്നു. അതിനുശേഷം മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് കോട്ടയിൽ അബ്ദുൽ കരീം സാഹിബ്, ധാരാളം നേതാക്കന്മാർ ആശംസകൾ അറിയിച്ചുകൊണ്ടൊക്കെ ഇവിടെ സംസാരിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിശുദ്ധ റമദാൻ മാസത്തെ മാറ്റിവെക്കണമെന്ന് മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ ഭരണഘടനയിൽ എഴുതി ചേർത്തിട്ടുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടെയായിരുന്നു അബ്ദുറഹിമാൻ സാഹിബിൻ്റെ പ്രഭാഷണം അവസാനിപ്പിച്ചത്. പ്രിയമുള്ളവരെ, വീഡിയോ ചുരുക്കുകയാണ്. കിറ്റ് വിതരണത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ് രണ്ടത്താണി അബ്ദുറഹിമാൻ സാഹിബും ബന്ധപ്പെട്ട നേതാക്കളും എല്ലാവരും കൂടി ഒരുമിച്ച്. ഇനി അർഹരായ ആളുകളെ തേടി പാർട്ടി പ്രവർത്തകർ അവരവരുടെ ഗ്രാമങ്ങളിലേക്ക് മടങ്ങുകയാണ് വാഹനത്തിൽ. ഒത്തിരി ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന ഇത്തരം നന്മയായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനു വേണ്ടി അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച നല്ലൊരു ശതമാനം പ്രവർത്തകരും പ്രവാസ ലോകത്താണ്. അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകി നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.